ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മൂന്നാർ ചിത്തിരപുരത്ത് അനധികൃത റിസോർട്ട് നിർമ്മാണത്തിനിടെ 2 പേർ മരിച്ചതിൽ ദമ്പതികളായ റിസോർട്ട് ഉടമകൾ പ്രതികൾ. എറണാകുളം സ്വദേശി ഷെറിൻ അനില, ഭർത്താവ് സെബി എന്നിവർ 1ഉം 2ഉം പ്രതികളാണ്. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും നിർമ്മാണങ്ങൾ നടന്നതാണ് അപകട കാരണമെന്ന് എഫ്ഐആർ. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, ചിത്രപുരത്ത് ഇന്നലെ വൈകുന്നേരം 4:30 2 പേർ മണ്ണിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. അവരുടെ മരണത്തിലേക്ക് നയിച്ചത് ഒരു സുരക്ഷയും പാലിക്കാതെ നടന്ന നിർമ്മാണമാണ്. അതിന് ഉത്തരവാദികൾ ഉടമയും ഭർത്താവുമാണ് എന്നതാണോ ഇപ്പോൾ വ്യക്തമാവുന്നത്? സുജയ, അനധികൃത റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനിടെയാണ് 2 പേർ മണ്ണിടിഞ്ഞ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സംഭവത്തിലാണ് റിസോർട്ട് ഉടമകളെ പ്രതിയാക്കിക്കൊണ്ട് വെള്ളത്തൂവൽ പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു. അല്പസമയത്തിനുള്ളിൽ ഭർത്താവായിട്ടുള്ള സെബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ കേസിലാണ് 1ാം പ്രതിയായിട്ടുള്ള റിസോർട്ട് ഉടമ, 1ാം പ്രതി എറണാകുളം സ്വദേശിയായിട്ടുള്ള ഷെറിൻ, അതോടൊപ്പം തന്നെ ഷെറിന്റെ ഭർത്താവായിട്ടുള്ള സെബി എന്നിവരാണ് 1ഉം 2ഉം പ്രതികൾ. ഇതിലിപ്പോൾ സെബിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഷെറിനെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വെള്ളത്തൂവൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. 2 പേർക്കെതിരെയും ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സുജയെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വർഷം ആദ്യം തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഈ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ആ റിസോർട്ടിന്റെ നമുക്കൊരു ദൂരെ നിന്നുള്ള ഒരു കാഴ്ചകൾ കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരാം. ആ കാണുന്ന വലതുഭാഗത്ത് കാണുന്നതാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്ന കെട്ടിടം. അതിന്റെ തൊട്ടു മുമ്പിലായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായി തന്നെ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ തന്നെയായിരുന്നു ഇവരുടെ തീരുമാനം. കാരണം നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പി ഉൾപ്പെടെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതായി കാണാം. അപ്പോൾ അതിന്റെ ഭാഗമായി നടത്തിയ സുരക്ഷാ ഭിത്തി നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞ് വീഴുകയും അങ്ങനെ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. ഈ പ്രദേശത്തെ കുറിച്ച് നോക്കുമ്പോൾ റെഡ് സോൺ, ഓറഞ്ച് സോൺ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ചിത്തിരപുരം പള്ളിവാസൽ മേഖലകളിൽ നടത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു. അത് ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നത്. അതിലാണ് ഉത്തരവാദിത്തപ്പെട്ട റിസോർട്ടിന്റെ ഉടമകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. സുജയ, ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പ് എന്ത് ചെയ്യുകയായിരുന്നു രാഹുൽ? ഈ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് തുടങ്ങുന്നതൊന്നുമല്ലല്ലോ. അത്രയും മണ്ണ് അവിടെ എത്തണമെങ്കിൽ, അവിടെ ആ സൈഡ് വാൾ കെട്ടണമെങ്കിൽ അതിനൊക്കെയുള്ള നടപടികളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ടാകുമല്ലോ. ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അതോ എല്ലാവരും കണ്ണടച്ചതാണോ? സുജയ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപക ആരോപണം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ സംഭവത്തിൽ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പണം വാങ്ങിയ ശേഷം ഇത്തരത്തിലുള്ള റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ട പിന്തുണ നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ജനുവരിയിലാണ് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത്. അതിനുശേഷം ഇതിന്റെ പൂട്ടുകൂട്ടി താക്കോലുമായി പോകുകയല്ലാതെ അതിനുശേഷം കാര്യമായ അന്വേഷണമൊന്നും റവന്യൂ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഇപ്പോൾ മാസം 8 കഴിഞ്ഞിട്ടും ഈ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് മാത്രമല്ലാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് റവന്യൂ അധികൃതർ കടന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുമ്പോൾ അത് വന്ന് അന്വേഷിച്ച് അതിനുവേണ്ട തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ നിറവേറ്റാത്തതാണ് 2 പേരുടെ ജീവൻ പൊലിയാൻ കാരണമായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിസോർട്ട് ഉടമകൾ പ്രതിയാകുമ്പോഴും ഇതിൽ റവന്യൂ, അതായത് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ട റവന്യൂ ഉദ്യോഗസ്ഥർ ആ നടപടി സ്വീകരിക്കാത്തതും ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമായതായാണ് പറയുന്നത്. സുജയ, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.